ഹായ്, ഈ സാമ്പത്തിക സുരക്ഷയും അതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ അറിയോ? അതായത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ഫിനാൻഷ്യൽ ഫ്രീഡവും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും സിമിലർ ആയിട്ട് തോന്നുന്നെങ്കിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അസംഷൻസ് ഉണ്ട് അതിൽ. ഫോർ എക്സാമ്പിൾ, ഒരു സാലറീഡ് ആയിട്ടുള്ള വ്യക്തി മാസം ഒരു 50,000 രൂപ 1,00,000 രൂപ വാങ്ങുന്ന ആൾക്ക് നമുക്ക് പറയുന്നത് സാമ്പത്തിക ഭദ്രത എന്നാണ് പറയുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്നാണ് പറയുക. കാരണം അയാൾക്ക് അയാളുടെ അല്ലെങ്കിൽ ലൈഫിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ബിഗ്ഗറാണ്. കാരണം അവിടെ അയാൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും, ലക്ഷറി ആയിട്ട് ലൈഫ് ഫോളോ ചെയ്യാൻ പറ്റും, അടിപൊളി ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സൊസൈറ്റി ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലേക്ക് ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സാലറീഡ് അല്ലെങ്കിൽ ഒരു ജോലിക്കൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഏത് മേഖലയിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ലൈഫ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ ദിസ് ചാനൽ.